ഇത്തവണ തൃശ്ശൂരിങ് തരണ്ട, ഞാൻ എടുത്തുകൊള്ളാമെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. അതുകൊണ്ട് തന്നെ പല പെടാപ്പാടുകളും പെടുകയാണ് സുരേഷ് ഗോപി. തന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത് കേരളത്തിലെ BJPയുടെ നേതൃത്വമല്ല, അത് തീരുമാനിക്കുവാൻ അങ്ങ് കേന്ദ്രത്തിൽ രണ്ടുപേരുണ്ട്. അതിൽ ഒന്ന് പ്രധാനമന്ത്രിയും മറ്റൊന്ന് അമിത്ഷായുമാണ്. അവർ തീരുമാനിക്കും തന്റെ സ്ഥാനാർത്ഥിത്വം എന്ന ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോൾ ഇന്ന് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി വരുന്ന വേളയിൽ ഭിത്തികളിലെല്ലാം സ്വന്തം പേര് ആലേഖനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. തൃശ്ശൂരിലെ മതിലുകളിലെല്ലാം എഴുതിയിരിക്കുന്നത് തൃശ്ശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക, തൃശ്ശൂരിന്റെ സ്വന്തം നരേന്ദ്രമോദിയുടെ ഭക്തനായ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന് ആ വരികൾക്കിടയിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. എന്തായാലും നരേന്ദ്രമോദി വരുന്ന വേളയിൽ താനായിരിക്കണമേ സ്ഥാനാർത്ഥി എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേദികളിലെല്ലാം കയറി ഈ തൃശ്ശൂരിങ് തരണം, ഞാനിതിങ് എടുക്കുക എന്ന് 100% വിശ്വാസതയോടുകൂടി വേദികളിലെല്ലാം പറഞ്ഞ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന കാഴ്ചയായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. ഇത്തവണ കേന്ദ്രവും അങ്ങനെയല്ല. ഹിന്ദുമത വോട്ടുകൾ ഏകീകരിക്കുന്നതിനോടൊപ്പം ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവ വോട്ടുകൾ കൂടി തങ്ങളോടൊപ്പം ചേർക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ക്രിസ്മസ് വിരുന്നൊരുക്കുന്നു. മറിയക്കുട്ടി അടക്കമുള്ള ക്രൈസ്തവ മതവിശ്വാസികളെ വേദിയിലേക്ക് ക്ഷണിച്ച് അവരോടൊപ്പം നിൽക്കുന്നു. ക്രൈസ്തവ മതവിശ്വാസികളുടെ ഭവനങ്ങളെല്ലാം സന്ദർശിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു. അങ്ങനെ ക്രൈസ്തവ മതവിശ്വാസികളെയും തങ്ങളോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് തൃശ്ശൂരോ തിരുവനന്തപുരമോ പത്തനംതിട്ടയോ അങ്ങനെ BJPക്ക് കുറച്ചെങ്കിലും മേൽക്കൈയുള്ള ഏതെങ്കിലും ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു സീറ്റെങ്കിലും പിടിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് BJP വരുന്നത്. അതിന്റെ സൂചനകളും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നൽകിയിരുന്നു. 10,000-ഓളം പ്രത്യേകം ക്ഷണിക്കപ്പെട്ട മഹിളകളെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. വേദിയിലും അവരെ തന്നെ പ്രതിനിധീകരിക്കുന്ന മഹിളാ ഐക്കോൺസ് ആണ് ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വേദി പങ്കിടുന്നത്. തെന്നിന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചലച്ചിത്ര താരം ശോഭന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ മിന്നുമണി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ അഴിമതിക്കും അനീതിക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ നാവായിട്ടുള്ള മറിയക്കുട്ടി ഈ പരിപാടിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ശ്രീമതി ബീന കണ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വനിതാ സംരംഭക എന്നുള്ള നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ്. ഇതുപോലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളെയാണ് ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. എല്ലാവരും ഞങ്ങളുടെ ക്ഷണം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയുണ്ടായി. കേരളത്തിൽ മാറുന്ന സ്ത്രീ മനസ്സിന്റെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഒരു പ്രഘോഷണമായിരിക്കും ഈ ഒരു മഹിളാ സമ്മേളനം. നാരീശക്തിയുടെ ഔജ്വലമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയായിരിക്കും ഇന്ന് കാണാൻ പോകുന്നത്. മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ സമ്മേളന നഗരിയിൽ പുരുഷന്മാർക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ തന്നെ സംഘടിപ്പിക്കുന്നതും സ്ത്രീകൾ തന്നെ നേതൃത്വം നൽകുന്നതുമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പുരുഷന്മാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള പ്രവർത്തകർക്കെല്ലാം മോദിജിയെ കാണാനാണ് പ്രത്യേകമായിട്ടുള്ള റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് തൃശ്ശൂരിലെ പൌരാവലിയിൽ നിന്നും ബോധ്യമായിട്ടുള്ള കാര്യം, സ്വമേധയാ തന്നെ ആയിരക്കണക്കിന് പൊതുസമൂഹ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാറുന്ന കേരള മനസ്സ്, നരേന്ദ്രമോദിജിയുടെ സ്വീകാര്യതയും അദ്ദേഹത്തിന്റെ നേതൃത്വവും കേരളം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ കേരളം അതിനെ അണിചേരുന്നു എന്നുള്ള സന്ദേശമാണ് ഈ സമ്മേളനം നൽകുന്നത്. സ്നേഹയാത്ര എന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങൾ, പട്ടികജാതി പട്ടികവർഗങ്ങൾ, ആദിവാസി ദളിത് സമൂഹങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സ്ത്രീ ശാക്തീകരണ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരും അണിനിരക്കുന്ന ഒരു വലിയ ശക്തി പ്രകടനമാണ് തൃശ്ശൂരിൽ അണിനിരത്തിയിട്ടുള്ളത്. ഇന്ന് തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോഴും ആ വേദിയിൽ പങ്കെടുക്കുക പ്രധാനപ്പെട്ട ചില സ്ത്രീജനങ്ങളാണ്. വിവിധ മേഖലകളിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചവർ, മാധ്യമ ഇടങ്ങളിലൂടെ ശ്രദ്ധേയമായവർ, അങ്ങനെ ഒരുപാട് സ്ത്രീകൾ. അതിൽ പ്രധാനപ്പെട്ടവർ സിനിമാ നടിയും നർത്തകിയുമായ ശോഭന, ബിസിനസ് രംഗത്തിൽ തിളങ്ങി നിൽക്കുന്ന ബീന കണ്ണൻ, നവമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ ശ്രദ്ധേയായ, മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ സമരം നടത്തിയ മറിയാമ്മ, അതുപോലെ തന്നെ ഗായികയായ വൈക്കം വിജയലക്ഷ്മി. അങ്ങനെ താരനിബിഡമായ ഒരു ഇടം കൂടിയാണ് ഇന്നത്തെ വനിതാ സമ്മേളനം നടക്കുന്ന വേദി. എന്തായാലും ഇന്നുച്ചയ്ക്ക് 2 മണിയോടുകൂടി തൃശ്ശൂരിൽ പ്രധാനമന്ത്രി എത്തും.
സുരേഷ് ഗോപിയുടെ പേര് ആലേഖനം ചെയ്ത മതിലുകൾക്ക് ഇടയിലൂടെ പ്രധാനമന്ത്രി സഞ്ചരിക്കും. തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റും 1.5 കിലോമീറ്ററോളം റോഡ് ഷോ, അതിനുശേഷം വനിതാ സമ്മേളനത്തിൽ പങ്കെടുക്കും. വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യും. കേരളത്തിലെയും മതന്യൂനപക്ഷ നേതാക്കന്മാരെ കാണുവാനുള്ള തയ്യാറെടുപ്പുകൾ BJP നടത്തിയിരുന്നു. അവരെ കണ്ട് സംസാരിക്കുമോ ഇല്ലയോ എന്നതിൽ ഇതുവരെ ഉറപ്പായിട്ടില്ല. അങ്ങനെ സംസാരിക്കാൻ കഴിയുമെങ്കിൽ വേദിയോട് ചേർന്ന് തന്നെ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളും അവർ തയ്യാറാക്കും. സുരേഷ് ഗോപിയാണ് തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥി, സുരേഷ് ഗോപിയെ ഞാൻ നിങ്ങൾക്ക് തരുന്നു, തൃശ്ശൂർ നിങ്ങൾ സുരേഷ് ഗോപിക്ക് കൊടുക്കുമോ എന്ന മാസ് ചോദ്യങ്ങളൊക്കെ നരേന്ദ്രമോദി ചോദിക്കുമോ എന്ന് ഇന്ന് വേദിയിലൂടെ കണ്ടറിയേണ്ടതായുണ്ട്. എന്തായാലും കേരളം പിടിക്കുക എന്ന ഉദ്ദേശം കൃത്യമാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അത് BJPയുടെ ശക്തി കേന്ദ്രമായ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വെച്ച് പിടിക്കണം എന്ന ഉദ്ദേശമാണ് ഈ പരിപാടികളുടെ എല്ലാം പിറകിൽ എന്നത് വ്യക്തമാണ്. എന്തായാലും കാത്തിരുന്ന് കാണണം. നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ? പ്രഖ്യാപിച്ചാൽ തന്നെ തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് കൊടുക്കാമെന്ന് ജനം ഉറപ്പ് നൽകുമോ? അങ്ങനെ ഉറപ്പ് നരേന്ദ്രമോദി വാങ്ങുമോ എന്നൊക്കെ മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടറിയാം.